ശരിക്ക് പൂനെ ഡിവിഷനാണ് വരുന്നത് കേട്ടോ. ജ്യോതി ഇവര് അപ്പോൾ ഇവരാണ് നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇനി എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഈ ട്രെയിനിന്റെ പ്രത്യേകത അത് ഫുള്ള് ലോക്കൽ ബോഗികളാട്ടോ. ഈ സെക്കൻഡ് കണ്ടോ, സെക്കൻഡ് ഈ മഞ്ഞ ബോർഡ് കണ്ടോ, അതിൽ നമ്മൾ ഒരിക്കലും കയറരുതിട്ടാ. കാരണം എന്താ വെച്ചാൽ അത് ഫസ്റ്റ് ക്ലാസ് ട്രെയിനാണ്, അവിടേക്കും മീൻസ് ടിക്കറ്റ് റേറ്റ് കൂടും, അവിടെ കയറരുത്. അപ്പോൾ നമ്മള് അപ്പോൾ ട്രെയിനിക്കുള്ള ഫൈനൽ പാക്കിംഗ് ഇവിടെ നിന്നാണ്. ഓപ്പൺ കിച്ചണാണ്. ശരിട്ടാ, ശരി. അപ്പൊ ഇവിടെ പിന്നെ ഓപ്പൺ കിച്ചണാട്ടോ, ഇവരാണ് ഇവിടുത്തെ പിന്നെ ഓണേഴ്സ്. ഇതൊരു കിച്ചൺ കേട്ടോ, ഓപ്പൺ കിച്ചണാണ്, നല്ല വൃത്തിയില്ല. ഇത് പാർസലേരിയല്ലേ? നമ്മള് ട്രെയിനിൽ വേണ്ട ഈ ഹേറ്ററാണ് നമ്മളെ പിന്നെ കഴിഞ്ഞ ദിവസം റെയിൽവേന്ന് എടുത്ത് ബുക്ക് ചെയ്ത്. അത് ട്രെയിനിക്കുള്ള പാർസൽ ഏരിയ. ഇതൊരു കിച്ചൺ. റെയിൽവേക്ക് ഫുഡ് പാക്കേജ് ചെയ്യുന്ന സ്ഥലം അവിടെ ഉണ്ടല്ലേ. അത്യാവശ്യം നല്ല പിന്നെ ഓർഡേഴ്സ് ഒക്കെ ഒരു ദിവസം ഉണ്ട് കേട്ടോ. പാക്കിങ് ഇവിടെ നിന്നാണ്. അപ്പോൾ ട്രെയിനിക്കുള്ള ഫൈനൽ പാക്കിങ് ഇവിടെ നിന്നാണ്. നല്ല ഫുഡാണ്, നമ്മൾ രാത്രി പിന്നെ കഴിച്ച് വരെ ഫുഡാണ്. भाई नाम क्या है? हाँ കറിയൊക്കെ റെഡി ആട്ടോ, നല്ല അടിപൊളി, നല്ല വൃത്തിയുള്ള സംഗതിയാണ്. വൃത്തി നമ്മൾ ട്രെയിനിൽ നിന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാതെ ഓർഡർ ചെയ്യാം. എല്ലാ ഫുഡും മിതമായിട്ടുള്ള രീതിയിലാണ്, വേറെ സീനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കിനി പോവാം. ഈ ട്രെയിൻ വൈകാതെ പിടിക്കണം, അടുത്ത സ്ഥലം പിടിക്കണം. ഇതുവരെ പോയിച്ചാണ്. ശരിട്ടാ, ശരി. വളരെ നല്ല ആളുകളാട്ടാ, ഒരു രക്ഷയില്ല, കിടിലൻ, നല്ല സ്വഭാവം. പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പോവാണ്. ഇതാണ് ചെറിയ, ഇതും വേറൊരു എൻട്രൻസ് ആട്ടോ. ഫുള്ള് പാർക്കിംഗ് ആണ് ആ സൈഡിൽ, കണ്ട ബടാ പാർക്കിംഗ്. ഇവിടൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. പൻവേലിലെ ടിക്കറ്റ് കൗണ്ടർ തപ്പി ഞങ്ങളിതാ പോകുന്നു. എവിടെയാണെന്നോ ജനസാഗരട്ടോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ. മാത്തേരാൻ പോകാനായിട്ട് പിന്നെ ഡയറക്റ്റ് നേരാലും ട്രെയിനില്ല, താനെ ഇറങ്ങിയിട്ട് നമ്മൾ മാറി കയറണം. അപ്പൊ 2 ടിക്കറ്റ് കിട്ടും. എടാ നേരാലിക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 2ലാണ്. എന്തായാലും അവിടേക്ക് പോയി നോക്കാം. 2 ഫ്ലാറ്റ് പൻവേൽ. പ്ലാറ്റ്ഫോം 2. അപ്പൊ അപ്പുറത്ത് ഇതന്നെ എങ്ങനെ അടിക്കൂടി ഇതെങ്ങനെ പോവാ അങ്ങോട്ട് അവിടേക്ക് ഇതേട്ടണ്ട ഗായ്സ്. അപ്പോ നമ്മള് പൻവേലിലെ റെയിൽവേ സ്റ്റേഷനിലാട്ടോ നിലവിലുള്ളത്. ഇവിടെ ജനകോടികളാണ്. ഇവിടെ മുംബൈക്ക് വളരെ കുറച്ചുള്ളൂ, വളരെ കുറച്ച്. അപ്പൊ മുംബൈയുടെയും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഈ പൻവേല് പൂനല്ലേ, ഇതിന്റെ ഇടയിലേക്കും ഉള്ള ഒരു വഴിയാണ് ഇവിടെ. വഴി എന്ന് പറയുമ്പോൾ ഒരു മെയിൻ പ്ലാറ്റ്ഫോം. എത്ര ആളുകളാരോ. ഇപ്പൊ നമ്മളൊരു മലയാളി സിനിമ കണ്ടിട്ടുണ്ട്, അവിടെ ഇരിക്കണണ്ട
അപ്പൊ പരിചയപ്പെട്ട്. അപ്പൊ ഈ ട്രെയിനിന്റെ പ്രത്യേകത അത് ഫുള്ള് ലോക്കൽ ബോഗികളാട്ടോ. ഈ സെക്കൻഡ് കണ്ടോ, സെക്കൻഡ് ഈ മഞ്ഞ ബോർഡ് കണ്ടോ, അതിൽ നമ്മൾ ഒരിക്കലും കയറരുതിട്ടാ. കാരണം എന്താ വെച്ചാൽ അത് ആന്റിക്കിബിളുള്ളതാണ്. ഈ ഫസ്റ്റ് കണ്ടോ, ഇത് ഫസ്റ്റ് ക്ലാസ് ട്രെയിനാണ്. അവിടേക്കും മീൻസ് ടിക്കറ്റ് റേറ്റ് കൂടും, അവിടെ കയറരുത്. സെക്കൻഡ് ക്ലാസ് കണ്ടോ, സെക്കൻഡ് ക്ലാസ് ഇതിലാണ് നമ്മൾ കയറേണ്ടത് കേട്ടോ. അപ്പൊ ഇതാണ് ലോക്കൽ ബോഗികളുടെ അവസ്ഥ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ട്രാക്കിലാണ് നമ്മുടെ ട്രെയിൻ വരട്ടാ. ഓരോ മണിക്കൂർ ഊറും തോറും നമ്മളെ ബസ്സൊക്കെ വരുന്ന പോലെ ട്രെയിൻ ഉണ്ട് ഇവിടെ. എന്താ പറയാ, അത്രയ്ക്ക് ജനങ്ങളാടാ. എത്ര ജനങ്ങളാണ് വന്നു പോകുന്നത്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട്. നമ്മള് പൻവേലിൽ വന്നിട്ട് ഇവിടുന്ന് നേരാലിക്ക് പിന്നെ എങ്ങനെ പോണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതെ. സംഭവം നമുക്കറിയാം, പക്ഷെ ഇവിടുന്ന് പിന്നെ നേരാലിക്കാണ് പോകേണ്ടത്, പിന്നെ താനേക്ക് പോകണം എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മള് കറക്റ്റ് എക്സാക്ട് പെട്ടെന്ന് വന്ന സ്ഥലത്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഒരാളെ പരിചയപ്പെട്ട് ആ ബാക്കിൽ സീറ്റ് വേണം, അവിടെ ഇരിക്കുന്നു. മലയാളീസാണ്, മലയാളി പെൺകുട്ടിയാണ്. അപ്പൊ ഫുള്ള് ഡീറ്റെയിൽസ് ആള് പറയാൻ തന്നിട്ടുണ്ട്. ഇനി അത് പ്രകാരം നമുക്ക് പോവാം. അപ്പൊ നമ്മള് പൻവേലിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ജ്യോതി, ഇവര് ഹായ്. അപ്പൊ ഇവരാണ് നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി എങ്ങനെ പോണം, എന്ത് ചെയ്യണം എന്നൊക്കെ. നമ്മളെ ട്രെയിൻ എത്തിയിട്ടാ, നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കയറിയിട്ട് എങ്ങനെയും പോണം. എന്താണത് മക്കളെ, എന്ത് തിക്കി തിരക്കി പെട്ടിട്ട് നമ്മളൊരു റേഞ്ച് ആവട്ടാ. എടാ, ഇതൊക്കെ പുതിയ ഫ്ലാറ്റുകളാട്ടോ. ഇത് നമ്മൾ പോകുന്ന ഇത് ഖാദേശ്വർ എന്ന് പറഞ്ഞ ജസ്റ്റ് നെക്സ്റ്റ് ലോക്കൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പൻവേൽ കഴിഞ്ഞാലുള്ള ആദ്യത്തെ സ്റ്റേഷനാണ്. ഇവിടെ ഈ ലോക്കൽ ട്രെയിൻ എടുക്കുന്ന സമയത്ത് പിന്നെ എന്താ പറയാ, സ്റ്റേഷൻസ് ഒക്കെ വളരെ വളരെ അടുത്താട്ടാണ്. അതായത് ട്രെയിൻ ഒരു 5 മിനിറ്റ് റൺ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേഷൻ എത്തും. അങ്ങനെയാണ് നമ്മൾ മാത്തേരാനിക്ക് പോകുമ്പോൾ ലോക്കൽ ട്രെയിന് കിട്ടുക. ഉണ്ടോ, വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സ്പീഡ് ക്യാച്ച് ചെയ്തിട്ടാണ്. ഒരുപാട് ഫ്ലാറ്റുകളാണ്, ഭീകരമായിട്ടുള്ള ഫ്ലാറ്റുകളാണ് കാണുന്നത്. ഏകദേശം നമ്മുടെ മുംബൈ എന്ന് തന്നെ പറയാം. കറക്റ്റ് എക്സാക്ട് മുംബൈ അല്ല, ഏകദേശം നമ്മുടെ മുംബൈന്റെ അടുത്ത് തന്നെയാണ്. ഇത് ശരിക്ക് പൂനെ ഡിവിഷനാണ് വരുന്നത് കേട്ടോ. പൂനെ ഡിവിഷൻ ഓർ കൊങ്കൺ ഡിവിഷൻ, മാത്തേരാൻ കൊങ്കൺ ഡിവിഷനാണ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന പൻവേല് തോന്നുന്നു കൊങ്കൺ തന്നെ ആയിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് താനയിൽ എത്തിയിട്ടോ. താനെ ചെറിയ റെയിൽവേ സ്റ്റേഷനല്ല, അടാറൂർ സ്റ്റേഷനാട്ടോ. ഒരു രക്ഷയില്ല, 10-12 പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത്, നമ്മൾ ഇറങ്ങിയത് 10-ലാണ്. നമുക്ക് എത്തേണ്ടത് ഇനി 12ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 12 അല്ല, സോറി, 1.